ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണല്ലേ? ഈ ചൂടിൽ ഭയങ്കര സുഖമല്ലേ? അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നാട്ടാ. അപ്പോൾ കുടിവെള്ളം ഇപ്പോൾ കെറ്റലില്ല, തിളപ്പിക്കട്ടാ. 2 പാത്രം തിളപ്പിച്ചാൽ ആ ഒരു ചെമ്പിലേക്ക് ആവും. അപ്പോൾ അത് ഞങ്ങൾക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പം എന്നാൽ ഓട്ടപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ട് നാളികേരവും ചോറും പച്ചരിയും ഒക്കെ കൂടി അരച്ചിട്ട് അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് നല്ലൊരു ചെമ്മീൻ കറി മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കണം. അപ്പോൾ തേങ്ങ വറുത്തത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അത് ഒന്ന് മൂക്കണം. അപ്പോൾ അങ്ങനെ അതിലേക്ക് വെറും നാളികേരം മാത്രം വറുത്ത് വെക്കണതല്ലേ. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം 2 കറിവേപ്പിലയും 2 ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ വറുത്ത തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് 4 ചക്കക്കുരൊക്കെ ഇട്ടിട്ട് വേണം ചെമ്മീൻ കറി വെക്കാട്ടാ. അപ്പോൾ ഇതുപോലെ ചെമ്മീനൊക്കെ വറുത്തരച്ച് വെക്കുന്നതിലൊക്കെ കുറച്ച് ഒരു 5-6 എണ്ണ കേട്ടാ. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ കറി ഒരു തിക്കായിട്ടിരിക്കും. ചക്കക്കുരൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റുള്ള കേട്ടാ. അപ്പം എന്നാൽ അങ്ങനെ മാങ്ങയൊക്കെ ഇട്ടിട്ടൊന്ന് ഒരു കറി വെക്കണം. അപ്പോൾ മാങ്ങ കുറവുള്ളൂ കേട്ടാ. അപ്പോൾ പുളി പിടിക്കാനുള്ളതില്ല. അപ്പോൾ ഒരു 4-5 ഇരുമ്പാമ്പുളിങ്ങയൊക്കെ കൂടി ചേർത്തിട്ടാണ് കേട്ടോ കറി വെക്കണത്. അപ്പോൾ ഓട്ടപ്പം എനിക്ക് ഗ്യാസുമ്മ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അത് ഒരു ഭാഗം കരിയൊക്കെ ചെയ്യും നടുവൊക്കെ. അടുപ്പത്ത് സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓട്ടപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരപ്പാൽ കൂട്ടിയിട്ട് ഓട്ടപ്പമൊക്കെ കഴിച്ച കേട്ടോ. അങ്ങനെ കറി കലക്കി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞിട്ട് ഓട്ടപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ അതുമണ്ട് കലക്കി വെക്കാൻ വെച്ചിട്ട്. അപ്പോഴേക്ക് പിന്നെ ഏട്ടന് നേരം വഴുകുമല്ലോ. അപ്പോൾ വേഗം ഞാൻ ഗ്യാസുമ്മണ്ട് വെച്ച് അതിങ്ങനെ തിള വരുമ്പോഴേക്ക് തന്നെ അടുപ്പ് ഒഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ എടുത്തിട്ട് അങ്ങനെ അടുപ്പത്ത് കൊണ്ടുവച്ച്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറി ഉണ്ടായാൽ നമുക്ക് കൂടുതൽ വിഭവങ്ങളൊന്നും വേണ്ടല്ലേ. പിന്നെ വിശക്കുമ്പോൾ കറിയും വേണമെന്നില്ലല്ലേ. എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടായാലും നല്ല വിശക്കുമ്പോഴൊക്കെ കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ മക്കളെ ഇന്ന് അപ്പൂന് ഭ്രാന്ത് തരുന്നിട്ടാ. ഞാൻ ഈ ഓട്ടപ്പം ഉണ്ടാക്കാൻ വർക്കേരിയയിൽ നിൽക്കണേലടയ്ക്ക് പ്രതേകിച്ചിട്ട് എന്തോ ഒരു ശബ്ദം എന്താണ്ടോ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴണിച്ചിട്ട് നോക്കുമ്പോൾ ഓൻ നീച്ച് നിന്നിട്ട് ഓൻ്റെ പന്തല കടിച്ചിട്ട് വലിച്ച് കീറിയിട്ട് എടുത്തിട്ടാ. ഞാൻ എനിക്ക് ഫോണൊന്നും കിട്ടണമില്ല. ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പം ഓൻ മനസ്സിൽ വിചാരിച്ചു നിങ്ങളൊരു പന്തൽ തേങ്ങ മനുഷ്യന് ഇത് വെയിലാണ് ഇവിടെ ചൂടത്ത് നിങ്ങളെ പന്തൽ എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിച്ച് കീറി പറിക്കട്ടാ. ഒരു മുത്തമ്പരാന്തായിരുന്നു ഇന്ന് അപ്പൂന് കണ്ടില്ലേ. അപ്പം ഞാൻ ഫോണായിട്ടുണ്ട് വരുന്നേണ്ടാ. ഓൻ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ നിൽക്കൂട്ടാ. അപ്പം ഞാൻ ഫോൺ അവിടെ കൊണ്ടുവച്ച് എന്നാണ്ടാ ആ മൊത്തം കടിച്ച് കീറിയെടുത്ത്. പിന്നെ ഇപ്പം താഴത്തെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ വെയിൽ ചൂടായാൽ പിന്നെ ഇവിടെ നിൽക്കണില്ല കേട്ടാ. ഇങ്ങനെ ചങ്ങല പുതിയ ചങ്ങലയാണ്, അത് പൊട്ടിക്കും അത്രയും ശക്തിയിൽ ഇങ്ങനെ വലിയ. അപ്പോൾ ഇപ്പോൾ മേലേക്കണ്ട് കൊണ്ടുപോയി 2 ദിവസം കേട്ടാ. പിന്നെ ഇപ്പോൾ ഓനെ ഇറക്കില്ല. അപ്പോൾ ഓനും സുഖം അവിടെയാണ്. ഊണൊക്കെ കഴിഞ്ഞാൽ ഓന് കട്ടിലുണ്ടല്ലോ അതുമ്പോൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. പിന്നെ വൈകുന്നേരത്ത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ചോറ് കൊടുക്കാൻ പോയാൽ ചോറൊക്കെ കൊടുത്ത് അവിടെ മേലേക്ക് ഒന്ന് ഓടിക്കും. അപ്പോൾ ഓന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ താഴത്തേക്ക് വരുന്നില്ല, ചൂട് സഹിക്കണില്ലേ. അപ്പം ഞാൻ ചിലപ്പോൾ നിലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിടും കേട്ടോ. കട്ടമ്മലാണല്ലോ എടുക്കുക. അപ്പം അങ്ങനെ ഇന്ന് ഓൻ്റെ ഭ്രാന്തും ഇതൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഈ ഓട്ടപ്പം ഒന്ന് പറഞ്ഞിട്ടിട്ട് അത് ഉണ്ടാക്കണേലിടയ്ക്ക് പിന്നെ ഒന്ന് പോയിട്ട് ഒന്ന് വീഡിയോ പിടിക്കും. അങ്ങനെയൊക്കെ ഒന്ന് മൊത്തത്തിൽ എന്താ പറയുക പണി നടന്നില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ കൂട്ടുകാർ ചിലപ്പോൾ അത് തമാശ പറയാൻ വിചാരിക്കുന്നുണ്ടല്ലേ. ഒക്കെ പൊളിച്ചിട്ട് ഇന്ന് പന്തലിൻ്റെ പണിയായിരുന്നു കണ്ട ഒക്കെ ഇട്ടിരിക്കണ്. അപ്പോൾ നമ്മളെ കറി ഒക്കെ ഒന്ന് തിളച്ചപ്പോൾ മാങ്ങയും ഇരുമ്പാമ്പുളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് വേഗം എടുത്തിട്ട് അപ്പുറത്തേക്കാണ്ട് കൊണ്ടുവയ്ക്കേട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു ചക്ക ഇട്ടിട്ട് വന്ന് കൊത്തിയിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഇട്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് കൈമാക്കാടാനില്ല. അപ്പോൾ ഞാനതൊക്കെ മുറിച്ചിട്ട് കഷ്ണമാക്കിയിട്ട് ഓരോരുത്തർക്ക് കണ്ട് കൊടുത്തിട്ടാ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കറിയൊക്കെ റെഡി ആയിട്ടാ. ഇനി കുറച്ച് ഉള്ളി കാച്ചിയാണ്ട് ഒഴിച്ചാൽ നമ്മളെ ഫിനിഷിങ് ആയിട്ടാ. നല്ല രുചിയുള്ള കറിയായിരുന്നു. അത് പിറ്റേ ദിവസത്തേക്കൊന്നും ബാക്കിയായില്ല കേട്ടാ. കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. അപ്പം ഞാൻ കോട്ടപ്പത്തിക്ക് ഏട്ടന് ഈ കറി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആയി ഉണ്ടാകുന്നില്ല കേട്ടാ. അപ്പോൾ ഈ ചെമ്മീൻ്റെ തൊണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉറുമ്പ് വന്നിട്ടും
പിന്നെ അത് പിന്നെ മണത്തിട്ടും ഒക്കെ. അപ്പം ആ ചെമ്മീൻ്റെ തൊണ്ട് വെച്ചിട്ട് നമുക്കൊന്നൊരു കോഴിത്തീറ്റ ഉണ്ടാക്കട്ടാ. അടിപൊളിയാണ്. കോഴികൾക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കേബേജിൻ്റെ തൊലി ഉണ്ടായിരുന്നു, അതും അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുറച്ച് ചോറ് കേട്ടോ. ഗോതമ്പ് കണ്ടു വെച്ചിങ്ങനെ കുതിർത്തിയിട്ട് കുറച്ച് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ഗോതമ്പും അരിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടപ്പത്തേക്ക് നാളികേരം പിഴിഞ്ഞതിൻ്റെ കുറച്ച് പീരണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തൊണ്ടുണ്ടല്ലോ അത് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ചതാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് അത് മിക്സിയുടെ ജാറിൽ ഒന്നണ്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ സ്മെല്ല് കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ മീനിൻ്റെ. പിന്നെ തലേദിവസം കുറച്ച് ഈ കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും വേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കളയണ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല കോഴിത്തീറ്റ നമുക്ക് തയ്യാറാക്കി എടുക്കട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ മുട്ടത്തോട് പൊടിച്ച് കൊടുത്ത കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ മുട്ടത്തോട് പൊടിച്ചിട്ട് തീറ്റയെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തീറ്റ മേടിച്ച് കൊടുക്കുന്നതിനുള്ള അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ മുട്ടത്തോടിൽ നിന്ന് എന്താ വെച്ചാൽ കാൽസ്യമാണ്. മുട്ട ചിലപ്പോൾ കോഴി മുട്ട ഇട്ടിട്ട് നീച്ചിട്ടുണ്ട് വെച്ചിങ്ങനെ അത് ഈ തോലുമുട്ട പോലത്തെ ആവും. അപ്പോൾ ഈ കാൽസ്യം കുറയുമ്പോഴാണ് ഇതേപോലെ തോലുമുട്ടയൊക്കെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ കോഴി തന്നെ കൊത്തി കുടിക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് കാൽസ്യം കുറയുമ്പോഴാണ്. അപ്പോൾ ഇതേപോലെ മുട്ടത്തോടൊക്കെ ഇതേപോലത്തെ ഒരു തീറ്റയൊക്കെ നമുക്ക് കൊടുക്കട്ടോ. നമുക്ക് പൈസ കൊടുത്തിട്ട് തീറ്റയും ചിലപ്പോൾ ഗോതമ്പ് കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ തീറ്റയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ തീറ്റ ഇട്ടപ്പോൾ തന്നെ പൊന്നു കണ്ടിട്ടാ പോയിട്ട് കോഴീനെ വിടാൻ പോകുമ്പോഴത്തേന് പൊന്നു കണ്ടിട്ടാ തിന്നണത്. ഈ ചെമ്മീൻ്റെയൊക്കെ മണം കിട്ടിയപ്പോഴേ അപ്പോൾ അങ്ങനെ പൂച്ചേനൊക്കെ ആട്ടിയപ്പോൾ കോഴികളൊക്കെ പോയിട്ട് തിന്നട്ടാ. അവർക്ക് നല്ല ഇഷ്ടമായിട്ടാ അന്നത്തെ തീറ്റ. അങ്ങനെ അടുക്കളയത്തൊക്കെ കഴിഞ്ഞ് നമ്മളെ ഒരു പടർന്ന് പോകുന്നുണ്ട് കേട്ടോ ഒരു കുമ്പളം. പടുമുളം മുളച്ചതാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ ഒരു പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മേലേക്ക് പോകുന്നുണ്ട്. അപ്പം അത് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ പട്ടയായിട്ട് ഇങ്ങനെ കയറുമ്പോൾ അപ്പോൾ ചോറ് നിന്നിട്ട് അവിടെ അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഈ പട്ടയായിട്ട് ഞാൻ ഇങ്ങനെ കയറി പോകുമ്പോൾ ഞാൻ അങ്ങനെ അപ്പോ അയ്യോ അപ്പോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങനെ കയറി പോകുക കേട്ടോ. കാര്യം ഭ്രാന്തനാണ് വെച്ചെങ്കിലും ഞാൻ അങ്ങനെ കയറി പോകുമ്പോഴേ ഇത് പറഞ്ഞ വഴിക്ക് ഓടി വന്നിട്ടേ എൻ്റെ ഒരു കാല് നീച്ച് നിന്നിട്ട് 2 കൈ കൊണ്ട് കണ്ട് കൂട്ടിപ്പിടിച്ച്. എന്താ വെച്ചാൽ പോകണ്ടാന്ന്. ഞാൻ അങ്ങനെ എന്തോ ഒരു ആപത്ത് വന്ന പോലെ കയറണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കാലണ്ട് കൂട്ടി പിടിച്ച് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടാ. അപ്പോൾ ഭ്രാന്തനാണ് വെച്ചെങ്കിലും നല്ല സ്നേഹമാണ് കേട്ടോ. എൻ്റെ ഇതിങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചതായാണാവോ. അങ്ങനെ ആ പട്ടയൊക്കെ മേലെന്ന് ഇങ്ങനെ കയറി വരാൻ ഒക്കെ ഉണ്ട് കേട്ടോ. പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു പട്ട ഇട്ടിട്ടാണ്ട് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ പടർന്നിട്ട് പോണേനനുസരിച്ചിട്ട് ഇങ്ങനെ പട്ടയോ പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ കുമ്പളങ്ങ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് പിടുത്തല്ല. ഇലയെങ്കിലും കിട്ടിയെങ്കിന്ന് വിചാരിക്കുക കേട്ടാ. നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കും. അങ്ങനെ മോളുള്ളപ്പോൾ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഓള് കൊണ്ടുവന്നിട്ട് ഒന്നിവിടെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോള് പൊരിക്കി വെച്ചെങ്കിലും ഇത് ഞാൻ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും ഓള് കാട്ടുന്നത് ഈ പാനിലാണ് കുക്കറിലൊക്കെയാണ് കാട്ടുക. അപ്പോൾ ഈ പാനിൽ ഞാൻ അത് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോയിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കിയാണ്. അപ്പോൾ ഒന്നുകൊണ്ട് പൊട്ടി ഞാൻ വെച്ച് കണ്ടു പോയിന്ന്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ മോളാട്ടാ ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും വറുത്തിട്ടൊക്കെ കൊടുന്നു തരും ഓൾ തന്നെയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മേടിക്കും ഈ പാക്കറ്റ്. അപ്പം ഞാൻ പൊട്ടി കഴിഞ്ഞാൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് തുറന്നു നോക്കി പൊട്ടിയിട്ടുണ്ട് പുറത്തേക്ക് വന്ന്. അപ്പോൾ കഴിഞ്ഞിട്ടാണ് കേട്ടപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടാണ്. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണൊക്കെ ഞാൻ തുറന്നത്. എന്നിട്ടൊക്കെ ഞാൻ മക്കൾക്കും മോനും ഏട്ടനൊക്കെ കൊണ്ടുകൊടുത്ത് ഞാനും കഴിച്ചിട്ടാണ്. അപ്പം ഇന്ന് നമുക്കൊരു ബീഫ് ഇത് കൊടുത്തയക്കാനാട്ടാ. അപ്പോൾ ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ബൗൾ ഇട്ടാൽ ഞാൻ ആ കാണിച്ചു തന്ന ബൗളിൽ ഒരു ബൗള് ചെറിയ ഉള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത് ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂണ് പെരുംജീരകമാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിച്ചിട്ടില്ല കേട്ടോ, പൊടിക്കണം. അത് ഒരു 10-15 മിനിറ്റ് വരെ ഇതൊന്ന് വെച്ചതിൻ്റെ ശേഷം അടുപ്പത്ത് വയ്ക്കാറാകുമ്പോഴേക്കൊക്കെ പൊടിച്ചിട്ട് ചേർക്കാമല്ലോ. കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി ചേർത്തിട്ട് ഞാനൊരു 15 മിനിറ്റ് വരെയൊക്കെ ഒരു 10-20 മിനിറ്റ് വരെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി ചേർക്കുകയാണ്. അപ്പോൾ തീരെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ ഞാനിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടാണ് കുറച്ച് നേരം മെനക്കെട്ട് അങ്ങനെ അതും ഞാൻ അവിടെ ചേർത്തിട്ട് മാറ്റി വെച്ചു കേട്ടാ. അപ്പോൾ കുരുമുളക് പൊടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടാണ്. അപ്പോൾ ഞാൻ കഴുകി ഉണക്കിയതാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാറൊക്കെ എടുത്തിട്ട് നല്ല തുടച്ചിട്ട് ഒന്ന് പൊടിക്കാൻ കേട്ടാ. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാറാകുമ്പോഴേക്കിന് ഇതൊരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഗരം മസാല പൊടിച്ചില്ല, അതും ഞാൻ വറുത്തിട്ട് പൊടിച്ച് വെക്കണം, വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും ചേർക്കണം കേട്ടോ. അത് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചേർക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ കുക്കറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ 2 വിസിലടിക്കട്ടെ, കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി തന്നെ കേട്ടോ. ആ ഒരു ബൗള് അത്ര നിറച്ചിട്ടില്ല. പിന്നെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം തന്നെ കറിവേപ്പില കേട്ടോ. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാ കേട്ടോ. അപ്പോൾ ഈ ബീഫൊക്കെ വെന്തപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെള്ളം വറ്റി വരട്ടെ. വെള്ളം വറ്റി വന്നപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു ഇൻഡാലിയത്തിൻ്റെ തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. കൂടെ തന്നെ ആ ഒരു അര ബൗള് കറിവേപ്പില കേട്ടോ, നല്ല നാടൻ കറിവേപ്പില, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ച്, ആ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സംസാരങ്ങളെ അലവസരപ്പെടുത്തുന്നുണ്ടോ കുട്ടികളെ? ഞാൻ മ്യൂസിക് എടുക്കാം കേട്ടോ നീ. അപ്പോൾ അതിലേക്ക് നമ്മളെ ചതച്ച് വെച്ച മുളകും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ആദ്യമൊക്കെ ഇങ്ങനെ ഇതിൽ പിടിക്കും, പിന്നെ ഇങ്ങനെ മൂത്ത് വരുന്നതിനനുസരിച്ച് ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് വേറിടും അല്ലേ, എല്ലാവർക്കും അറിയണേ തന്നെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഇളക്കി കൊടുത്ത് ഒരു മാതിരിൻ്റെ ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് അപ്പോൾ ചട്ടകം ചൂട് പിടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നീളമുള്ള ഒരു കയ്യിലെടുത്തതാണ്. ഒന്ന് ആയി വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു മുക്കാൽ സ്പൂണും കൂടിയും കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു അടിപൊളി ബീഫ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുക വെച്ചാൽ ഒന്ന് ലൈക്കും കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ കൂട്ടുകാർ. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ബീഫ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളിട്ടാ.